ഹായ് ഓൾ, ഏഡസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRB CMAയുടെ ആപ്ലിക്കേഷനുള്ള സമയം വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും അപ്ലൈ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യം, അതായത് ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ ഒരു മാനദണ്ഡങ്ങൾ നോക്കണം. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനായിട്ട് സമയമുണ്ട് താനും. കാരണം അപേക്ഷിച്ച് എക്സാം കഴിഞ്ഞ് ടയർ 1ഉം ടയർ 2ഉം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഹെൽത്ത് സ്റ്റാൻഡേർഡിന്റെ അസസ്മെന്റ് ഒക്കെ വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ ഡേറ്റേഴ്സും എടുത്ത് പരിശോധിക്കാം. അതായത് RRB CMA 2025 പ്രകാരം നമുക്ക് മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽസ് നോക്കാം. അതിൽ RRB CMAക്ക് പ്രധാനമായിട്ടും വരുന്നത് സാലറി ലെവല് 6 ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിലെ 7th പേ കമ്മീഷൻ പ്രകാരം ലെവൽ 6ൽ വരുന്ന പേയ്മെന്റ് ആണ്. ഇനിഷ്യൽ പേ ആയിട്ട് ലഭിക്കുന്നത് 35,400 രൂപയാണ്. ഇവിടുത്തെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. നിലവിൽ 63 വേക്കൻസികളാണ് ഇതിനുള്ളത്. ഇനിയും ഇതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്? റെയിൽവേ ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് B1 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. പൊതുവേ നോട്ടിഫിക്കേഷനുകൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അതിന്റെ സൈഡിൽ, റൈറ്റ് സൈഡിൽ B1 എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ പിന്നീട് അതിന് താഴെ വളരെയധികം 100-120 പേജുള്ള ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു നമ്പർ പേജിലായിരിക്കും ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കയറി നമ്മൾ അസസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്താ വേണം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തൊക്കെ വേണം എന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഗുഡ് വിഷൻ വേണം, നല്ലൊരു കാഴ്ചശക്തി വേണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു പ്രശ്നമാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ കാഴ്ചക്കുറവ്, അതായത് വളരെയധികം കാഴ്ചക്കുറവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളെ കൊണ്ടും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി കാഴ്ചക്കുറവ് വളരെ പരിമിതമാണ്, അത് ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളൊരു പോസ്റ്റാണ്. കളർ ബ്ലൈൻഡ്നെസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ല. ഇനിയും അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ഗുഡ് ഹെൽത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറയാനുള്ളൊരു കാരണം, ഈ ഒരു ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും കാണുന്നതാണ്. ഈവൻ കേരള PSCയിൽ പോലും നമുക്ക് കാണാറുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ റിപ്പോർട്ട് അങ്ങ് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ റോള് കഴിഞ്ഞു. പക്ഷേ റെയിൽവേ എക്സാമിനേഷനിൽ അതിനൊരു വ്യത്യാസമുണ്ട്. റെയിൽവേയുടെ തന്നെ മെഡിക്കൽ ബോർഡ് ഉണ്ട്, അവരാണ് ഇത് ചെയ്യുന്നത്. പലപ്പോഴും ഈ മെഡിക്കൽ ബോർഡിന്റെ റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാക്സിമം പുറത്ത് കളയാവുന്ന രീതിയിലാണ് അവർ ഈ ഒരു എക്സാമിനേഷനെ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ അതിന്റെ മാനദണ്ഡങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പാരാമീറ്റേഴ്സ് ഓരോന്നായിട്ട് നോക്കാം, അതിന്റെ റിക്വയർമെന്റ് നോക്കാം. ആദ്യമായിട്ട് ഡിസ്റ്റൻസ് വിഷൻ ആണ് ആദ്യത്തെ പാരാമീറ്റർ. ഇവിടേക്ക് വരുമ്പോൾ 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഗ്ലാസിന്റെ പവർ 4Dക്ക് മുകളിലാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് അതായത് ചെറിയ കാഴ്ച പരിമിതികളൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. നമുക്ക് 6/9 അല്ലെങ്കിൽ 6/12 നിങ്ങൾക്ക് കാഴ്ച ഉണ്ടാവണം. അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതാണ്ട് 4D വരെയുള്ള കണ്ണാടികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ യോഗ്യതയുണ്ട്. ഇതൊരു മെഡിക്കൽ ഇതായിട്ട് കരുതി നിങ്ങളെ പുറത്താക്കത്തുമില്ല, ഇതൊരു മെഡിക്കൽ കുറവായിട്ട് കരുതി നിങ്ങളെ പുറത്താക്കത്തുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് നിങ്ങളുടെ മാനദണ്ഡമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് നിയർ വിഷൻ ആണ്. നിയർ വിഷൻ നിങ്ങൾക്ക് 0.6, 0.6 രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം. നിയർ വിഷനിൽ 0.6 അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് കളർ വിഷൻ. കളർ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കളർ ബ്ലൈൻഡ്നെസ് അധികം ആർക്കും ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഈ ഒരു കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു പരിഹാരമില്ല, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല. അടുത്തതായിട്ട് നൈറ്റ് വിഷൻ ആണ്. നൈറ്റ് വിഷന്റെ കോൺട്രാസ്റ്റിലേക്ക് എത്തുമ്പോൾ നോർമൽ ആയിട്ടുള്ള നൈറ്റ് വിഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഒരു നോർമൽ നൈറ്റ് വിഷൻ ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഹിയറിങ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഹിയറിങ് ആയിരിക്കണം, നോർമൽ ആയിരിക്കണം. അതിനകത്ത് ഏതെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അടുത്തതായിട്ട് ജനറൽ ഹെൽത്ത് ആണ്. ജനറൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ടൊരു ക്ലോസ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഏതാണ്ട് ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്യാവശ്യം ജോലി ഭാരമൊക്കെ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പം അതിൻ്റെ മാനദണ്ഡങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അത് പ്രകാരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു റൊട്ടീൻ ചെക്കപ്പ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഏതെങ്കിലും ക്രോണിക് ആയിട്ട് ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിങ്ങളുടെ ആരോഗ്യം സ്വയം വിലയിരുത്താനും പറ്റും എന്നുള്ളതാണ്. ഒരു B1 സ്റ്റാൻഡേർഡിലുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നമുക്കൊരു സാധാ സർക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ പോലും അവർ ചെയ്തു തരും. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും മറ്റ് ചില ആരോഗ്യ വിവരങ്ങളും ഒക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അടുത്ത നിങ്ങളുടെ ഇതുപോലെ തന്നെ
കേൾവിക്കുറവിനെ സംബന്ധിച്ച് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലോ വല്ലതും പോയി കഴിഞ്ഞാൽ തന്നെ അറിയും. ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേൾവിക്കുറവുണ്ടോ ഇല്ലയോ എന്ന്. കാരണം നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി വരുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ ഗ്രാജുവലി ഇതുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കേൾവിക്കുറവ് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട അളവ് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റൊട്ടൈൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷുഗർ, BP, നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനേഷൻ മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ആരോഗ്യ പരിശോധന നടത്താൻ പറ്റും. ഏതെങ്കിലും തരത്തിലുള്ള വേരിയബിൾസ്, പ്രഷർ, ഷുഗർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എയർലി സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്ത് ഇതിനെ നോർമൽ ആക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്തായാലും മെഡിക്കൽ ചെക്കപ്പിന് ഇനി നമ്മുടെ മുമ്പിൽ ഏതാണ്ട് ഒരു 6-7 മാസത്തിൽ കൂടുതൽ കിട്ടും. ആ സമയം നമുക്ക് ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു 30 ദിവസത്തോളം സമയം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരുന്നാൽ പോലും അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ചെയ്യണം. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടായാൽ പോലും ഈ ഒരു ഹെൽത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. ആപ്ലിക്കേഷന് വലിയ ചിലവൊന്നുമില്ല, 100 രൂപയുടെ കാര്യമേ ഉള്ളൂ. 400 രൂപ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയും നമുക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഈ ആപ്ലിക്കേഷന്റെ വിൻഡോ ഓപ്പൺ ആവുന്നത് 31/10/2025 അപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനിയും ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30/11/2025 വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ. ഇതിന് കൂട്ടത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഒപ്പം തന്നെ നിങ്ങൾ ഫീസ് അടച്ചു പോവുക. എന്നാൽ റെയിൽവേ നമുക്ക് ഒരു 2 ദിവസം കൂടി തന്നിട്ടുണ്ട്. 2/12/2025 വരെ ഫീസ് അടയ്ക്കാനുള്ള സമയമുണ്ട്. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് വരുത്തിയാൽ, ഒരു കാരണവശാലും മിസ്റ്റേക്ക് വരുത്തരുത്. മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് 3/12/2025 മുതൽ 12/12/2025 വരെ വന്ന തിരുത്തലുകൾ മാറ്റാനുള്ള അവസരമുണ്ട്. ഓർക്കുക, സോണുകൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ തിരുത്തുന്ന ഓരോ തിരുത്തലും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള പൈസ റെയിൽവേക്ക് അടക്കേണ്ടി വരും. ഓരോ തിരുത്തലിനും ഓൾമോസ്റ്റ് 250 രൂപയോളം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ യാതൊരുവിധ തെറ്റുകളും വരുത്താതെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ധാരണ വരുത്തിയ ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറക്കണ്ട, ഹെൽത്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജീവിതത്തിൽ. അപ്പോൾ അതൊന്ന് നമ്മൾ ഇപ്പോൾ തന്നെ അസസ് ചെയ്തിട്ട് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുക, ഒപ്പം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി. ഇനിയുള്ളത് പഠനമാണ്. നിങ്ങൾക്ക് കൃത്യമായി പഠിക്കുന്നതിനും റെയിൽവേയിലെ ഈ അഭിമാനകരമായ ഒരു ജോലി സ്വന്തമാക്കുന്നതിനുമായി ഏണസ്റ്റ് അക്കാഡമി കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ നൽകുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.